കേരളത്തിലെ ഒരു മന്ത്രിക്ക് നിരന്തരമായ ജാത്യധിക്ഷേപം നേരിടേണ്ടി വരുന്നു എന്ന നിരാശപ്പെടുത്തുന്ന സാഹചര്യമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. നടപടി ഉണ്ടാവുക എന്നത് ആശ്വാസകരവും. മന്ത്രി കെ രാധാകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച സമൂഹ മാധ്യമ പ്രചാരണം നടത്തിയെന്ന കേസിൽ പ്രതി കീഴടങ്ങി. പരുമല ഇടയ്ക്കാട് വീട്ടിൽ ശരത് നായരുടെ അറസ്റ്റ് തിരുവല്ല പോലീസാണ് രേഖപ്പെടുത്തിയത്. പ്രതിയെ തേടി പോലീസ് മുംബൈയിൽ വരെ അന്വേഷണം വ്യാപിപ്പിച്ച സാഹചര്യത്തിലാണ് ഈ കീഴടങ്ങൽ. പൂജാവേളയിൽ ശബരിമല സോപാനത്ത് ദേവസ്വം മന്ത്രി നിൽക്കുന്ന ഫോട്ടോ ഉൾപ്പെടുത്തിയായിരുന്നു ശരത്ത് ഫേസ്ബുക്കിൽ അപകീർത്തികരമായ പോസ്റ്റിട്ടത്. ശരത് നായർ BJP RSS അനുഭാവിയാണെന്ന് പോലീസ് വിശദീകരിക്കുന്നു. വിവേചനവും വെറുപ്പും അവസാനിക്കുന്നില്ല എവിടെയും എന്ന് വ്യക്തമാക്കുകയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ. ജാതി വിവേചനത്തിനിരയായിട്ടുണ്ട് എന്ന മുൻ മന്ത്രി C. ദിവാകരൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ കാരണം കൊടും ജാതിയാണ്. മണ്ഡലത്തിലെ വോട്ടർമാർ തമ്മിൽ തന്റെ ജാതിയെക്കുറിച്ച് സംസാരിച്ചത് കേട്ടിരുന്നു. സവർണ മേധാവിത്വത്തിന്റെ കേരളത്തിലെ ആദ്യത്തെ കേന്ദ്രമാണ് സെക്രട്ടേറിയറ്റ് എന്നും C. ദിവാകരൻ. ഞാൻ 4 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 3 തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ചു. 4ാമത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഭീകരമായ അന്തരീക്ഷമാണ് നേരിട്ടത്. കൊടും ജാതിയാണ്. തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ ജാതിയാണ്. അതിനൊരു നാട്ടുഭാഷയാണ്. പരസ്പരം ഇയാൾ നമ്മളെ ആളാണോ? വോട്ടർമാർ തമ്മിൽ ചോദിക്കുകയാണ്, ഇയാൾ നമ്മളെ ആളാണോ? നമ്മളെ ആളാണ് ചോദിക്കുന്നത് വേറെ ആളെന്നാണ്. അവരാളല്ല. നമ്മളെ ആൾ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ തോക്കുന്നുള്ളത് ഉറപ്പാണ്. ഞാൻ ഈ സെക്രട്ടറിനകത്ത് 5 കൊല്ലം ഇരുന്നവരാ. ഈ സെക്രട്ടേറിയറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? സവർണ മേധാവിത്വത്തിന്റെ കേരളത്തിലെ ആദ്യത്തെ കേന്ദ്രമാണ്. ജാതി അധിക്ഷേപം നേരിട്ടു എന്ന C. ദിവാകരന്റെ വെളിപ്പെടുത്തലിൽ പ്രതികരിച്ച് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. ജാതി അധിക്ഷേപം നേരിട്ടുവെങ്കിൽ അത് മുഖ്യമന്ത്രിയോടുള്ള വെല്ലുവിളിയാണ്. നവോത്ഥാന മുദ്രാവാക്യം ഇടതുപക്ഷം ഉയർത്തിയത് ശബരിമലയെ തകർക്കാനാണ്. സ്വന്തം ശക്തി കേന്ദ്രങ്ങളിൽ ജാതീയത ഇല്ലാതാക്കാൻ ഇടതുപക്ഷത്തിനായിട്ടില്ല. C. ദിവാകരന്റേത് കുറ്റസമ്മതമാണ് എന്നും മുരളീധരൻ ആരോപിച്ചു. നവോത്ഥാനം പേര് മാത്രമായിരുന്നു. യഥാർത്ഥ ഉദ്ദേശം ശബരിമലയെ തകർക്കുക, ശബരിമലയിലേക്ക് വരുന്ന ഭക്തരുടെ എണ്ണം കുറയ്ക്കുക, ഇത് മാത്രമായിരുന്നു ഉദ്ദേശം. പിന്നെ ഈ പ്രഖ്യാപിക്കുന്ന ജാതീയതയുണ്ട് എന്നുള്ളത് CPI മാത്രമല്ലല്ലോ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ ആയിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ സ്ഥലങ്ങളിൽ ജാതീയത ഇപ്പോഴും കൊടികുത്തി വാഴുന്നു എന്ന് പറയുന്നത് CPM-ന്റെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള K. രാധാകൃഷ്ണനാണ്.